സാധാരണ ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലെ ചില ഫണ്ടുകളിൽ ഒരു വടിക്ക് 5 പക്ഷി വരെ കിട്ടാം. ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നോക്കൂ, ഷെയർ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ അത് കയറി വരുന്ന സമയത്ത് തന്നെ ഗോൾഡും സിൽവറും അതിഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് ഡബിളായി കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ. അപ്പം ചില ഫണ്ടുകളിൽ ഫോർ എക്സാമ്പിൾ 2025 ഫെബ്രുവരിയിൽ LICയുടെ ഒരു മൾട്ടി സെക്ടറുടെ പല സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ആരംഭിച്ചു. NFO ആയിരുന്നു. ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് കണ്ട് പല ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്തു. അതിന് അന്ന് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ ഫണ്ടിൽ ഏകദേശം 5,98,000 രൂപ ഇപ്പോൾ കറക്റ്റ് അതിലുണ്ട്. ആവറേജ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 19% മുകളിലുണ്ട്. കാരണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അയാൾ ഫോർ എക്സാമ്പിൾ 100 രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 60 രൂപ മാത്രമാണ് ഇക്വിറ്റി മാർക്കറ്റിൽ പോയത്, അതായത് ഷെയർ മാർക്കറ്റിൽ പോയത്. 15 രൂപ ഡെറ്റ് മാർക്കറ്റ്, അതായത് ഗവൺമെൻറ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ഉള്ളത് 65 10 രൂപ നിർബന്ധമായും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് 60, 10, 70, 15, 85 ബാക്കി 15 രൂപ സാഹചര്യം നോക്കിയിട്ട് വീണ്ടും അത് ഗോൾഡിലും സിൽവറിലും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ എന്താ, ഷെയർ മാർക്കറ്റ് ആവട്ടെ, ഗോൾഡ് ആവട്ടെ, സിൽവർ ആവട്ടെ, ഏത് കൂടിക്കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഗുണം കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫണ്ട് മാനേജേഴ്സ് ചെയ്തോളും. അന്ന് 10 രൂപയ്ക്ക് അതിൻ്റെ NAV സ്റ്റാർട്ട് ചെയ്യുമ്പോൾ LICയുടെ NAV 2025 ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് NAV 10 രൂപയായിരുന്നത് ഇന്ന് ഏകദേശം 12 രൂപയ്ക്ക് അടുത്താണ്. ഇന്നും നമുക്കത് വാങ്ങാൻ പറ്റും. 11.98 NAV നമുക്ക് ഇപ്പോഴും വാങ്ങാൻ പറ്റും. LIC അല്ലാതെ തന്നെ SBI, HDFC, ICICI എല്ലാ കമ്പനികൾക്കും ഇതുപോലെ മൾട്ടി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിംഗിൾ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഇതുപോലെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഏത് കാലാവസ്ഥ ഏത് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. ഇതുപോലുള്ള കൂടുതൽ കാര്യം അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് അലക്സിയോസ് കുര്യൻ. താങ്ക് യു.